അമേരിക്കയിലും കാനഡയിലും മെക്സിക്കോയിലും ഗോട്ടിമാലയിലും വെനിസ്വേലയിലൊക്കെ താമസിക്കുന്ന ചില ചേട്ടന്മാർ മലയാളികളാണ്. ഇവരെല്ലാം കൂടി ചേർന്ന് ഇന്ത്യ പ്രസ് ക്ലബ്ബ് എന്നൊരു സംഘടന രൂപീകരിച്ചു. അവർ നോർത്ത് അമേരിക്കയിലായതുകൊണ്ട് ആ ഇന്ത്യ പ്രസ് ക്ലബ്ബ് ഓഫ് നോർത്ത് അമേരിക്ക എന്നതിന് പേരിട്ടു. ഇപ്പോൾ ക്രിസ്മസിൻ്റെ അവധി ആയതുകൊണ്ട് ചേട്ടന്മാരൊക്കെ നാട്ടിലെത്തിയിട്ടുണ്ട്. ഈ സംഘടനക്കാർ കൊച്ചിയിൽ പത്രസമ്മേളനം നടത്തി ഈ രാജ്യത്തെ ഈ മലയാളക്കരയിലുള്ള പ്രധാനപ്പെട്ട ചില മാധ്യമ പ്രതിഭകളെ ആദരിക്കാൻ തീരുമാനിച്ചു. ആ പുരസ്കാരങ്ങൾക്ക് അവർ മാധ്യമരത്നം, മാധ്യമ മുത്ത്, മാധ്യമ മരതകം, മാധ്യമ മാരണം, മാധ്യമ മാണിക്യം എന്നൊക്കെ പേരിട്ടു. ഏത് പേരിടാനായിട്ട് അവർക്ക് സ്വാതന്ത്ര്യമുണ്ട്. മാധ്യമ മാങ്ങാണ്ടി എന്നിട്ടാലും നമുക്ക് എതിര് പറയാൻ പറ്റുകയില്ല. അങ്ങനെ ഈ മാങ്ങാണ്ടി പുരസ്കാരത്തിന് കുറച്ചധികം ആളുകളെ തിരഞ്ഞെടുത്തു. മിക്കവാറും എല്ലാ ടെലിവിഷൻ ചാനലിലും ഓരോരുത്തർ വെച്ച് അവർ കണ്ടുപിടിച്ചു. ഇപ്പോൾ ഏഷ്യാനെറ്റിൽ നിന്ന് KG കമലേഷ്, കൈരളി പീപ്പിൾ ചാനലിൽ നിന്ന് NP ചന്ദ്രശേഖരൻ, 24 ചാനലിൽ നിന്ന് അതിൻ്റെ ഭാഗ്യവിധാതാവായ ശ്രീകണ്ഠൻ നായർ, അതുപോലെ മാതൃഭൂമി ന്യൂസിൽ നിന്ന് മാധു സജി, പിന്നെ ഫ്രീലാൻസ് അല്ലെങ്കിൽ അതുപോലെയുള്ള ഈ ഓഫ് ബീറ്റ് മാധ്യമ പ്രതിഭകളായിട്ടുള്ള ധന്യ രാജേന്ദ്രൻ, അതുപോലെ നമ്മുടെ മനീഷ് നാരായണൻ, ഇങ്ങനെ കുറച്ച് പ്രതിഭകളെ കണ്ടെത്തി. മൊത്തം 27 പേർക്കാണ് ഇവർ അവാർഡ് കൊടുക്കാൻ തീരുമാനിച്ചത്. അങ്ങനെ 27 പ്രതിഭകളെ കണ്ടെത്തി അവർക്ക് അവാർഡ് പ്രഖ്യാപിച്ചു. അവാർഡ് വിതരണം, അവാർഡ് ദാനം എന്ന വാക്ക് തെറ്റാണ്. അവാർഡ് വിതരണം ഇന്നേ ദിവസം, അതായത് ജനുവരി 10-ാം തീയതി വൈകുന്നേരം 5 മണിക്ക് കല്ലൂരിലുള്ള ഗോകുലം പാർക്കിൽ വെച്ച് നടത്തുകയാണ്. ഈ വാർത്ത എല്ലാ പത്രങ്ങൾക്കും കൊടുത്തു. എന്തിനാണ് 27 പേർക്ക് അവാർഡ് കൊടുത്തതറിയാമോ? ഓരോ സ്ഥാപനത്തിനും ഓരോരുത്തർക്കും കൊടുത്തതെന്ന് വെച്ചാൽ അതാത് സ്ഥാപനത്തിൽ ഈ വാർത്ത വലിയ പ്രാമുഖ്യത്തോട് വരും. ഇപ്പോൾ മാതൃഭൂമി ചാനലിൽ മാധു സജിക്ക് അവാർഡ് എന്ന വാർത്ത വരുമ്പോൾ അവർക്ക് കൊടുക്കാതിരിക്കാൻ പറ്റില്ല. മാധുവിനോട് ഇഷ്ടക്കേടുള്ള ആളാണ് അതിൻ്റെ എഡിറ്ററെങ്കിൽ പോലും ഈ സ്ഥാപനത്തിന് കൂടി കിട്ടിയൊരു അംഗീകാരമാണ് എന്നുള്ളതുകൊണ്ട് അവിടെ കൊടുക്കും. കൈരളി പീപ്പിൾ ചാനൽ NP ചന്ദ്രശേഖരൻ അവാർഡ് എന്ന് വലിയ ലക്ഷത്തിൽ കൊടുക്കും. അതുപോലെ ഓരോ ചാനലുകാർ കൊടുക്കും. ശ്രീകണ്ഠൻ നായർക്ക് കൊടുക്കാതിരിക്കാൻ പറ്റും, പുള്ളിക്ക് അവാർഡ് കിട്ടുന്ന സാഹചര്യത്തിൽ. അങ്ങനെ എല്ലാ ചാനലിലും എല്ലാ പാത്രത്തിലും ഈ വാർത്ത വരും. അപ്പോൾ ഇന്ത്യ പ്രസ് ക്ലബ്ബുകാർക്ക് പ്രത്യേകിച്ച് ചിലവൊന്നും കൂടാതെ, അല്ലെങ്കിൽ ചെറിയ ഒരു അവാർഡ് പ്രഖ്യാപനവും ഗോകുലം പാർക്കിലെ അതിൻ്റെ വാടകയും കൂട്ടിയാൽ ഇവർക്ക് ജന്മം കാലത്ത് കിട്ടാൻ പറ്റാത്ത രീതിയിലുള്ള ഒടുക്കത്തെ പബ്ലിസിറ്റി ഇതിൽ നിന്ന് കിട്ടും. ഈ മാധ്യമ പ്രവർത്തകർക്ക് ബുദ്ധിയില്ലാത്തതുകൊണ്ട് അല്ലെങ്കിൽ ബോധമില്ലാത്തതുകൊണ്ട് മാധ്യമ സ്ഥാപനങ്ങൾക്ക് കച്ചവട താന്ത്രം ശരിക്കും അറിയാൻ പാടില്ലാത്തതുകൊണ്ട് ഈ വാർത്ത അവർ കൊടുക്കും. ഇതാണിവിടെ സംഭവിക്കുന്നത്. അതുകൊണ്ടാണ് 27 പേർക്ക് അവാർഡ് കൊടുത്തത്, 27 പേർക്ക് അവാർഡ് പ്രഖ്യാപിച്ചത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.